വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ എമൗണ്ടിൽ രണ്ടാമത്തെ മെത്തേഡായ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. അതിനു മുന്നേ നിങ്ങൾക്ക് അക്കൗണ്ടൻസിയുടെയോ ബിസിനസ് സ്റ്റഡീസിൻ്റെയോ നോട്ട്സ്, വീഡിയോസ് എന്നിവ ആവശ്യമുണ്ടെങ്കിൽ ബ്ലോഗ് സന്ദർശിച്ചാൽ മതി. www.manojmelekandi.blogspot.com. In the previous class, you learned basically there are two methods for calculating depreciation. Which were they? Yes, first one is straight line method or fixed installment method or original cost method, and the second one is written down value method or diminishing balance method or book value method or reducing installment method. And the previous class you learned about straight line method. Can you say what is straight line method? Yes, according to this method, a fixed and an equal amount of depreciation is charged in every accounting period during the lifetime of an asset. It is based on the assumption of equal usage of the asset over its entire useful life. And in this class, you are going to learn about the second method for providing depreciation, that is written down value method or diminishing balance method or book value method or reducing installment method. നീക്കിയിരിപ്പ് മൂല്യ രീതി അല്ലെങ്കിൽ ന്യൂന മൂല്യ രീതി അല്ലെങ്കിൽ ന്യൂന തവണ രീതി. ഈ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോ വർഷവും അസറ്റിൻ്റെ ബുക്ക് വില എത്രയാണോ അതിൻ്റെ ബേസിലാണ്. നമ്മൾ കഴിഞ്ഞ മെത്തേഡ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തത് ഒറിജിനൽ കോസ്റ്റിൻ്റെ ബേസിലായിരുന്നു എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അതാത് വർഷം അസറ്റിൻ്റെ ബുക്ക് വില എത്രയാണോ ആ ബുക്ക് വിലയുടെ അടിസ്ഥാനത്തിലാണ്. അസറ്റിൻ്റെ ബുക്ക് വില എന്ന് പറയുന്നത് ഓരോ വർഷവും റെഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ റെഡ്യൂസ് ചെയ്ത ആ എമൗണ്ടിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇതിനെ റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെ റെഡ്യൂസിങ് ബാലൻസിൻ്റെ മുകളിൽ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് കൊണ്ട് തന്നെ ദി എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ വിൽ റെഡ്യൂസ് ഇയർ ആഫ്റ്റർ ഇയർ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദി ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ് ഈസ് ₹2 lakh and depreciation is charged at the rate of 10% per annum at written down value method. Calculate the amount of depreciation for the first 4 years. ആദ്യത്തെ 4 വർഷത്തെ ഡിപ്രീസിയേഷൻ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് പർച്ചേസ് കോസ്റ്റ് 2 lakh, 2 ലക്ഷം രൂപക്കാണ് അസറ്റ് വാങ്ങിച്ചത്. അതിനുശേഷം ഡിപ്രീസിയേഷൻ ഫസ്റ്റ് ഇയർ, ആദ്യത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ വർഷത്തെ ബുക്ക് വാല്യൂ എത്രയാണോ അതിൻ്റെ 10% ആണ് പറയുന്നത്. ആദ്യത്തെ വർഷത്തെ ബുക്ക് വാല്യൂ 2 lakh തന്നെയാണ്. ഇപ്പോൾ 2 lakh ഇൻറ്റു 10%, ദാറ്റ് ഈസ് 20,000 rupees ആയിരിക്കും ആദ്യത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ. അതുകൊണ്ട് തന്നെ ബുക്ക് വാല്യൂ അറ്റ് ദി ബിഗിനിങ് ഓഫ് സെക്കൻഡ് ഇയർ, രണ്ടാമത്തെ വർഷത്തെ ബിഗിനിങ്ങിൽ ആ അസറ്റിൻ്റെ ബുക്ക് വില എന്ന് പറയുന്നത് 2 lakh മൈനസ് 20,000 1,80,000 ആയിരിക്കും. ഇനി രണ്ടാമത്തെ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ബിഗിനിങ്ങിലുള്ള ബാലൻസ് എന്ന് പറയുന്നത് 1,80,000 ആണ്. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ സെക്കൻഡ് ഇയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ 1,80,000 10% ആണ് കാണേണ്ടത്. നമ്മൾ നേരത്തെ മെത്തേഡാണെങ്കിൽ 2 lakhൻ്റെ 10% തന്നെയാണ് കണ്ടിരുന്നത്. ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും സെയിം ആയിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഓരോ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാണോ അതിൻ്റെ ബേസിലാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ 1,80,000 ഇൻറ്റു 10%, ദാറ്റ് ഈസ് 18,000 ആയിരിക്കും ഡിപ്രീസിയേഷൻ. ആ ഡിപ്രീസിയേഷൻ കഴിച്ചു കഴിഞ്ഞാൽ ബുക്ക് വാല്യൂ അറ്റ് ദി ബിഗിനിങ് ഓഫ് തേർഡ് ഇയർ എന്ന് പറയുന്നത് 1,62,000 ആയിരിക്കും. ഇനി തേർഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ കാണുമ്പോൾ ഈ 1,62,000 10% ആണ് കാണേണ്ടത്, ദാറ്റ് ഈസ് 16,200. അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർത്ത് ഇയർ ബിഗിനിങ്ങിൽ അസറ്റിൻ്റെ ബുക്ക് വില എന്ന് പറയുന്നത് 1,45,800 rupees ആയിരിക്കും. ഇനി ഫോർത്ത് ഇയറിൽ ഡിപ്രീസിയേഷൻ കാണുന്ന സമയത്ത് ഫോർത്ത് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് ആയ 1,45,800 rupeesൻ്റെ 10%, ദാറ്റ് ഈസ് 14,580 rupee ഡിപ്രീസിയേഷൻ വരും. അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ
ബുക്ക് വാല്യൂ അറ്റ് ദി ബിഗിനിങ് ഓഫ് 5th ഇയർ എന്ന് പറയുന്നത് 1,31,220 റുപ്പി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡിപ്രീസിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ 20,000, സെക്കൻഡ് ഇയർ ഡിപ്രീസിയേഷൻ 18,000, തേർഡ് ഇയർ ഡിപ്രീസിയേഷൻ 16,200, ഫോർത്ത് ഇയർ ഡിപ്രീസിയേഷൻ 14,580. ഡിപ്രീസിയേഷൻ എമൗണ്ട് ഓരോ വർഷവും റെഡ്യൂസ് ചെയ്ത് വരുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. 20,000, 18,000, 16,200, 14,580. അതുകൊണ്ടാണ് ഇതിനെ റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നുകൂടി പറയുന്നത്. ഇനി നമുക്ക് നോക്കാം അഡ്വാൻറ്റേജസ് ഓഫ് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്, നീക്കിയിരിപ്പ് മൂല്യ രീതിയുടെ മേന്മകൾ. ഫസ്റ്റ്, ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ എ മോർ റിയലിസ്റ്റിക് അസംഷൻ ദാറ്റ് ദി ബെനിഫിറ്റ് ഫ്രം അസറ്റ് ഗോ ഓൺ ഡെമിനിഷിങ് വിത്ത് ദി പാസേജ് ഓഫ് ടൈം. ഈ ഒരു മെത്തേഡ് പ്രകാരം നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഒരു അസറ്റ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യൽ ഇയറിൽ അതിന് നല്ല പെർഫോമൻസ് ആയിരിക്കും. പക്ഷേ വർഷം കഴിയുന്നതിനനുസരിച്ച് അതിൻ്റെ പെർഫോമൻസ് കുറഞ്ഞു വരും, അതിൻ്റെ ഉപയുക്തത എന്ന് പറയുന്നത് കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ വർഷം കഴിയുന്നതിനനുസരിച്ച് അസറ്റിൻ്റെ എഫിഷ്യൻസി കുറഞ്ഞു വരും എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു രീതിയാണ് ഈ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റ് ആയിരിക്കുന്ന സമയത്ത് കൂടുതൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുകയും എഫിഷ്യൻസി കുറയുന്നതിനനുസരിച്ച് ഡിപ്രീസിയേഷൻ കുറച്ച് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്. സെക്കൻഡ്, ഇറ്റ് റിസൾട്ട്സ് ഇൻ ടു ഓൾമോസ്റ്റ് ഈക്വൽ ബർഡൻ ഓഫ് ഡിപ്രീസിയേഷൻ ആൻഡ് റിപ്പയർ എക്സ്പെൻസസ് ടേക്കൺ ടുഗദർ എവരി ഇയർ ഓൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ എമൗണ്ട് ഈ ഒരു മെത്തേഡ് പ്രകാരം കുറഞ്ഞു വരുമെങ്കിലും ആ ഒരു അസറ്റിന് വേണ്ടി വരുന്ന റിപ്പയറിംഗ് ചാർജ് ഓരോ വർഷവും കൂടി വരികയാണ് ചെയ്യുക. ഡിപ്രീസിയേഷനും റിപ്പയറിംഗ് ചാർജും രണ്ടും കൂടി കൂട്ടിയിട്ട് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും എല്ലാ വർഷവും വരുന്നത്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചിലവായിട്ട് എഴുതുന്ന സമയത്ത് റിപ്പയറിംഗ് ചാർജും ഡിപ്രീസിയേഷൻ രണ്ടും കൂടി നോക്കുമ്പോൾ ഏകദേശം സെയിം ആയിട്ട് തന്നെ വരുന്നതായിട്ട് കാണാം. കാരണം ഡിപ്രീസിയേഷൻ എമൗണ്ട് റെഡ്യൂസ് ചെയ്യുന്നു, അറ്റ് ദ സെയിം ടൈം റിപ്പയറിംഗ് ചാർജ് കൂടി വരുന്നു. ഇനി തേർഡ്, ഇൻകം ടാക്സ് ആക്സെപ്റ്റ് ദിസ് മെത്തേഡ് ഫോർ ടാക്സ് പർപ്പസസ്. സാധാരണയായിട്ട് ആദായ നികുതി നിയമപ്രകാരം ഈ മെത്തേഡാണ് ശുപാർശ ചെയ്യുന്നത്. നെക്സ്റ്റ്, as a large portion of cost is written off in earlier years, loss due to obsolescence gets reduced. ഈ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇയേഴ്സിൽ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അസറ്റിൻ്റെ വലിയൊരു ഭാഗവും ആദ്യം വരുന്ന വർഷങ്ങളിൽ ഡിപ്രീസിയേഷനായിട്ട് എഴുതി തള്ളിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അസറ്റ് കാലഹരണപ്പെട്ടു പോയാലും വലിയ നഷ്ടം നമുക്ക് ഉണ്ടാകുന്നില്ല. കാരണം ആദ്യം വരുന്ന വർഷങ്ങളിൽ നമ്മൾ കൂടുതൽ എമൗണ്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒബ്സൊലസൻസ് മൂലം ഉണ്ടാകുന്ന നഷ്ടം നമുക്കൊരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഫിക്സഡ് അസറ്റ്സ് വിച്ച് ലാസ്റ്റ് ഫോർ ലോങ് ആൻഡ് വിച്ച് റിക്വയർ ഇൻക്രീസ്ഡ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസസ് വിത്ത് പാസേജ് ഓഫ് ടൈം. ഈ ഒരു മെത്തേഡ് പ്രധാനമായിട്ടും ദീർഘകാലം നിലനിൽക്കുന്ന അസറ്റുകൾ, അതുപോലെ തന്നെ കാലക്രമേണ റിപ്പയറിംഗ് ആൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസസ് കൂടി വരികയും ചെയ്യുകയാണെങ്കിൽ അത്തരം അസറ്റുകൾക്ക് വേണ്ടി നമുക്ക് ഈ ഒരു മെത്തേഡ് സ്യൂട്ടബിൾ ആണെന്ന് പറയാം. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓഫ് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്, നീക്കിയിരിപ്പ് മൂല്യ രീതിയുടെ പരിമിതികൾ. As depreciation is calculated at a fixed percentage of written down value, depreciable cost of the asset cannot be fully written off. The value of the asset can never be zero. ഈ ഒരു മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോ വർഷത്തെയും ബുക്ക് വാല്യൂയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ അസറ്റിൻ്റെ സീറോ വിലയിലേക്ക് എത്തിച്ചേരുന്നില്ല. സെക്കൻഡ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അസർട്ടൈൻ എ സ്യൂട്ടബിൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. ഇവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ കാണുന്നത് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആണ്, ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ദി ബുക്ക് വാല്യൂ ഓഫ് ദി അസറ്റ്. അതുകൊണ്ട് തന്നെ എത്ര പെർസെൻറ്റേജ് ആണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൽ മറ്റൊരു ലിമിറ്റേഷൻ. ഇനി നമുക്ക് നോക്കാം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്, എ comparative analysis. First, basis, second, straight line, third, written down value.
ഫസ്റ്റ് ബേസിസ് എന്ന് പറയുന്നത് ബേസിസ് ഓഫ് ചാർജിങ് ഡിപ്രീസിയേഷൻ. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ്. ഒന്നാമത്തെ വർഷം, രണ്ടാമത്തെ വർഷം, മൂന്നാമത്തെ വർഷം എല്ലാം തന്നെ ഡിപ്രീസിയേഷൻ കാണുന്നത് ഒറിജിനൽ കോസ്റ്റിൻ്റെ ബേസിലാണ്. റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാണുന്നത് ഓരോ വർഷത്തെയും ബുക്ക് വാല്യൂയുടെ അടിസ്ഥാനത്തിലാണ്. രണ്ടാമത്തെ കമ്പാരിസൺ എന്ന് പറയുന്നത് ആനുവൽ ഡിപ്രീസിയേഷൻ ചാർജ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും, എല്ലാ വർഷവും സെയിം എമൗണ്ട് ആണ്, കോൺസ്റ്റൻ്റ് ആണ് എമൗണ്ട് എന്ന് പറയുന്നത്. നേരെ മറിച്ച് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഡിക്ലൈൻസ് ഇയർ ആഫ്റ്റർ ഇയർ. ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് ഡിപ്രീസിയേഷൻ കുറഞ്ഞു വരും. നെക്സ്റ്റ് ടോട്ടൽ ചാർജ് ഡിപ്രീസിയേഷൻ ആൻഡ് റിപ്പയർ. ഡിപ്രീസിയേഷൻ എമൗണ്ടും റിപ്പയറിംഗ് ചാർജും രണ്ടും കൂടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ടോട്ടൽ ചാർജ് എങ്ങനെയിരിക്കും എന്നുള്ളത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ അൺഈക്വൽ ഇയർ ആഫ്റ്റർ ഇയർ, ഇറ്റ് ഇൻക്രീസസ് ഇൻ ലേറ്റർ ഇയേഴ്സ്. വർഷം കഴിയുന്നതിനനുസരിച്ച് റിപ്പയറിംഗ് ചാർജ് കൂടും. അപ്പോൾ ഡിപ്രീസിയേഷൻ സെയിം ആണെങ്കിലും റിപ്പയറിംഗ് ചാർജ് കൂടുമ്പോൾ ടോട്ടൽ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഓൾമോസ്റ്റ് ഈക്വൽ എവരി ഇയർ ആണ്. കാരണം ഡിപ്രീസിയേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും ഓരോ വർഷം കഴിയുമ്പോഴും, പക്ഷേ റിപ്പയറിംഗ് ചാർജ് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടും. നെക്സ്റ്റ് റെക്കഗ്നേഷൻ ബൈ ഇൻകം ടാക്സ് ലോ. ഇൻകം ടാക്സ് അതോറിറ്റീസ് റെക്കഗ്നൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ്. റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ദി ഇൻകം ടാക്സ് ലോ. നെക്സ്റ്റ് സ്യൂട്ടബിലിറ്റി. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ അസറ്റ്സ് ഇൻ വിച്ച് റിപ്പയർ ചാർജസ് ആർ ലെസ്, ദി പോസിബിലിറ്റി ഓഫ് ഒബ്സൊലസൻസ് ഈസ് ലോ. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത് അസറ്റിൻ്റെ റിപ്പയറിംഗ് ചാർജ് വളരെ കുറവാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒബ്സൊലസൻസിനുള്ള സാധ്യത വളരെ കുറവാണെങ്കിൽ ആ കേസിലും നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണെങ്കിൽ അസറ്റ്സ് ഇൻ വിച്ച് റിപ്പയറിംഗ് ചാർജസ് ആർ മോർ, ദി പോസിബിലിറ്റി ഓഫ് ഒബ്സൊലസൻസ് ഈസ് ഹൈ. ഇപ്പോൾ റിപ്പയറിംഗ് ചാർജ് ഓരോ വർഷം കഴിയുമ്പോഴും കൂടിക്കൂടി വരികയാണെങ്കിൽ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് കൂടുതൽ അനുയോജ്യം. അതുപോലെ ഒബ്സൊലസൻസിനുള്ള സാധ്യത വളരെ ഹൈ ആണെങ്കിൽ, വളരെ പെട്ടെന്ന് അത് ഒബ്സൊലീറ്റ് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസിലും റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് നല്ലത്. കാരണം ഇനീഷ്യൽ ഇയേഴ്സിൽ തന്നെ കൂടുതൽ എമൗണ്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് നമുക്ക് ഒബ്സൊലസൻസ് മൂലമുണ്ടാകുന്ന നഷ്ടം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് രണ്ട് മെത്തേഡും കൂടി ചേർന്നിട്ടുള്ള ഒരു കമ്പാരിറ്റീവ് കാൽക്കുലേഷൻ നമുക്കൊന്ന് നോക്കാം. എക്സാമ്പിൾ: എ ബിസിനസ് പർച്ചേസ്ഡ് എ മെഷീനറി ഫോർ ₹1 lakh ഓൺ 1st January 2016. കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 10% ഫോർ 4 years അണ്ടർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് ബുക്ക് വാല്യൂ മെത്തേഡ്. നമ്മളിപ്പോൾ രണ്ട് മെത്തേഡുകൾ പഠിച്ചു. ഈ രണ്ട് മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് വരിക എന്ന് നമുക്ക് നോക്കാം. ആദ്യം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. കോസ്റ്റ് 1st January 2016 ആ മെഷീനറി വാങ്ങിച്ചത് ₹1 lakh. 31st December 2016 അതിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 1 lakhൻ്റെ 10%, ദാറ്റ് ഈസ് ₹10,000. അങ്ങനെ ₹10,000 ഡിപ്രീസിയേഷൻ കിഴിച്ച് ബുക്ക് വാല്യൂ 1st January 2017 നെക്സ്റ്റ് ഇയർ ബിഗിനിങ്ങിൽ അതിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ₹90,000 ആയിരിക്കും. ഇനി 2017 ഇയർ എൻഡ് 31st December 2017 ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 10,000 ആയിരിക്കും. 1 lakhൻ്റെ 10% തന്നെയാണ്, ഒറിജിനൽ കോസ്റ്റിൻ്റെ ബേസിലാണ്. അതുകൊണ്ട് തന്നെ 1 lakhൻ്റെ 10%, ദാറ്റ് ഈസ് 10,000 തന്നെ വരും. ഇനി 1st January 2018 ബുക്ക് വില എന്ന് പറയുന്നത് 90,000 നിന്നും 10,000 റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 80,000 കിട്ടും. ഇനി 31st December 2018 അതിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഒറിജിനൽ കോസ്റ്റിൻ്റെ ബേസിൽ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 1 lakhൻ്റെ 10%, ദാറ്റ് ഈസ് 10,000. അപ്പോൾ ബുക്ക് വാല്യൂ ആസ് ഓൺ 1st January 2019 എന്ന് പറയുന്നത് ₹70,000 ആയിരിക്കും. ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം വരുന്നത്. ഇനി നമുക്ക് ബുക്ക് വാല്യൂ മെത്തേഡ് പ്രകാരം ഈ പ്രോബ്ലം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക എന്ന് നമുക്ക് നോക്കാം. ആദ്യം കോസ്റ്റ് ആസ് ഓൺ
1st January 2016 1 lakh. ഇനി 2016 31st December 2016 നമ്മൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 lakhൻ്റെ 10% ദാറ്റ് ഈസ് 10,000. ഇനി 1st January 2017 അതിൻ്റെ ബുക്ക് വില എന്ന് പറയുന്നത് 1 lakh minus 10,000 ദാറ്റ് ഈസ് 90,000 ആണ്. ഇനി 31st December 2017 അതിൻ്റെ ഡിപ്രീസിയേഷൻ കാണുമ്പോൾ ആ വർഷത്തെ ബുക്ക് വിലയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഡിപ്രീസിയേഷൻ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ 90,000ൻ്റെ 10% ആയിരിക്കണം കാണേണ്ടത്. ഇപ്പോൾ 90,000ൻ്റെ 10% എന്ന് പറയുമ്പോൾ 9,000 വരും. നെക്സ്റ്റ് 1st January 2018 അതിൻ്റെ ബുക്ക് വില എന്ന് പറയുന്നത് 81,000 ആയിട്ട് മാറും. ഇപ്പോൾ 90,000 മൈനസ് 9,000 ദാറ്റ് ഈസ് 81,000 ആയിരിക്കും 1st January 2018 അസറ്റിൻ്റെ ബുക്ക് വില. ഇനി 31st December 2018 വീണ്ടും ഡിപ്രീസിയേഷൻ കാണുന്നു. അപ്പോൾ ഡിപ്രീസിയേഷൻ കാണുമ്പോൾ 2018 ഡിപ്രീസിയേഷൻ കാണുമ്പോൾ 2018 ബുക്ക് വില നോക്കുക. ബുക്ക് വില എന്ന് പറയുന്നത് 81,000 ആണ്. അപ്പോൾ 81,000ൻ്റെ 10% എന്ന് പറയുമ്പോൾ 8,100 വരും. അപ്പോൾ 8,100 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 1st January 2019 ബുക്ക് വില എന്ന് പറയുന്നത് 72,900 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എല്ലാ വർഷവും 10,000 ആണ്. പക്ഷേ ബുക്ക് വാല്യൂ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 10,000, 9,000, 8,100 അത് റെഡ്യൂസ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.